ഇതിലുണ്ടായിരുന്നു, നെഹ്റു സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ സ്റ്റേജ് ആരും വിളിച്ചത്, ആ സ്റ്റേജ് ആരും വിളിച്ചത് എന്തായാലും ചോദ്യം ചെയ്യണം. ഇത്രയും കാലം EMS-നോട് സ്നേഹമുള്ള ആളുകളാണെങ്കിൽ ആ കുട്ടികൾക്ക് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് അവിടെ ആ കെട്ടിടം എത്ര വർഷമായി ഉപയോഗശൂന്യമായിട്ട് അവിടെ കിടക്കുകയാണ്. ഇപ്പം അത് പൊളിഞ്ഞു വീഴുന്ന രീതിയിൽ എത്രയോ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ആ കുട്ടികൾ പഠിക്കുമ്പോൾ 30 കൊല്ലം അവിടെ ഭരിച്ചിട്ട് ഈ സാധനം EMS-ന്റെ പേരിൽ ഒരു സംഭവം കൂടി ഉണ്ടാക്കാതെ അതിങ്ങനെ സ്മാരകമാണെന്ന് പറഞ്ഞിട്ട് ഈ സാധനം പൊളിഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇതിന്റെ പേരിൽ മുമ്പേ ഇവിടെ അജണ്ട വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇത് ഇവിടുന്ന് അംഗീകരിച്ച് പോയതാണ്, അല്ലാതെ അത് മാറ്റി വെച്ചിട്ടല്ല. ആ അജണ്ടന്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ചല്ല, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. കൃത്യമായിട്ട് ഇതേ അജണ്ടകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് പൊളിക്കാൻ പറഞ്ഞത്. അതായത് ഇതിൻ്റെ മുന്നത്തെ കൗൺസിലിലും EMS പഠിച്ച നമുക്കറിയാം. EMS-നെ കുറിച്ചിട്ട് പെരിന്തൽമണ്ണ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യനായ നേതാവാണ് സഖാവ് EMS നമ്പൂതിരിപ്പാട്. പെരിന്തൽമണ്ണയിലെ ഗവൺമെൻറ് സ്കൂളിനകത്താണ് EMS പഠിച്ചിട്ടുള്ളത് നമുക്കറിയാം. ആ ഗേൾസ് സ്കൂളിനോട് ചേർന്ന് അദ്ദേഹം പഠിച്ച EMS പഠിച്ച സ്കൂളിൻ്റെ ഒരു ഭാഗം മാത്രം ഇനി അവിടെ അവശേഷിക്കുന്നുണ്ട്. അത് പൊളിച്ച്, അതായത് അവിടെ ഒരു പുതിയ ബിൽഡിംഗ് കെട്ടാനാണെന്നാണ് ഇവർ പറയുന്നത്. അതിനൊരു TPR പോലും ഒന്നും തയ്യാറാക്കാതെ ആ EMS പഠിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഭരണപക്ഷം രംഗത്തിറങ്ങിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞത് അവിടെ കുട്ടികൾക്ക് ഭീഷണിയായി, അധ്യാപകർക്ക് ഭീഷണിയായിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റണം എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ EMS-ന്റെ ഓർമ്മകൾ, അദ്ദേഹം പഠിച്ച കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പെരിന്തൽമണ്ണ എന്ന ലോകത്തെ അറിയപ്പെടുന്നതും EMS-ഉം കൂട്ടിയതുകൊണ്ടാണ്. അപ്പോൾ EMS പഠിച്ച സ്കൂളിൻ്റെ ഓർമ്മകൾ അവിടെ നിലനിൽക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിനെ തികച്ചും രാഷ്ട്രീയമായി ആ കോംപ്ലക്സ് ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് EMS-ന്റെ പേരുൾപ്പെടെ എങ്ങനെയൊക്കെ അവിടെ നിന്ന് മാറ്റാൻ, ആ വിദ്യാഭ്യാസ കോംപ്ലക്സിൻ്റെ പേര് EMS വിദ്യാഭ്യാസ കോംപ്ലക്സ് എന്നാണ്. ആ പേര് കൂടി എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുമെന്നാണ് ഇപ്പോൾ അവർ അത് നോക്കി അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അവിടെ ആളുകൾക്ക് ഭീഷണിയായിട്ട്, കുട്ടികൾക്കൊക്കെ ഭീഷണിയായിട്ടുള്ള കെട്ടിടം പൊളിക്കണം എന്ന് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ EMS-നെ പോലെയുള്ള മഹാത്മാർ പഠിച്ച സ്കൂളിൻ്റെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ അവിടെ അവശേഷിക്കണം. അതായത് അവിടെ പഠിച്ചിട്ടുള്ളതിൻ്റെ ചരിത്രം അവിടെ നിലനിർത്തിക്കൊണ്ടാവണം മാറ്റങ്ങൾ വരുത്തണമെന്നാണ് നമ്മളിന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.